നമസ്കാരം. ഈ കാപ്പൻ ഒരു നിഷ്കളങ്കനാണ്. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയെയും ഒരു മനസാക്ഷിയുമില്ലാതെ വിമർശിക്കുന്ന പണിയാണ് ചിലരെല്ലാം പാലയിൽ നടത്തുന്നത്. താൻ ഒരു MLA ആയിരിക്കുന്ന കാലത്ത് തന്റെ മണ്ഡലത്തിൽ നടത്തുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളിലും തന്റെ കയ്യൊപ്പുണ്ടാകണം എന്ന് ചിന്തയിലും കരുതലിലും ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമായി നടന്ന മുഴുവൻ മരാമത്ത് പണികളുടെയും ഒരു കണക്കെടുത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് വലിയ അപരാധമായിട്ടാണ് മാണി കോൺഗ്രസുകാര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ചെലവാക്കിയ പണമൊന്നും കാപ്പൻ പണിയെടുത്ത് കൊണ്ടുവന്നതല്ല എന്നാണ് ഇവരുടെ പരാതി. ആര് പണിയെടുത്താലും മണ്ഡലത്തിൽ വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദി ആ മണ്ഡലത്തിലെ MLA തന്നെയാണ്. മണ്ഡലത്തിൽ വികസനമൊന്നും നടക്കാത്തത് കുറ്റവും MLAക്ക് തന്നെയല്ലേ? ഇത് ത്രിതല പഞ്ചായത്ത് സംവിധാനമുള്ള രാജ്യമാണ് മിസ്റ്റർ. അപ്പോൾ പഞ്ചായത്തിന് ഫണ്ട് അനുവദിച്ച് കിട്ടിക്കഴിയുമ്പോൾ അതിൽ MLA കൈയിട്ട് വാരാൻ ചെന്നു എന്ന് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് മെമ്പറുടെയും ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെയും എല്ലാം പേരിൽ ഫണ്ടുകൾ അനുവദിപ്പിക്കുന്നത്. അതിന്റെ എല്ലാം പിറകിലുള്ള ചാലകശക്തി ഈ MLA തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. കവറുണ്ട ചെക്ക് ഡാം റോഡിൻ്റെ നമുക്ക് 10 ലക്ഷം രൂപ കാപ്പം തന്നിട്ടുണ്ടെന്നാണ് നമ്മളോട് അവകാശപ്പെടുന്നത്. ആ പൈസ നമുക്കിവിടെ കിട്ടിയതായിട്ട് അറിയത്തില്ല. അത് പഞ്ചായത്ത് നന്നായിട്ടാണ് നമ്മളുടെ അറിവ് വന്നേക്കുന്നത്. അതുപോലെ PHE സെൻറ്ററിൻ്റെ ബിൽഡിങ്ങിൻ്റെ കെട്ടിടത്തിൻ്റെ, അതുപോലെ ഇവിടുത്തെ വൈശാല വെള്ളക്കല്ല് റോഡിൻ്റെ കെട്ടിടത്തിൻ്റെ പൈസ ഇതെല്ലാം കാപ്പം തന്നെന്നും പറഞ്ഞാണ് നമ്മളോട് ബോധിപ്പിച്ചേക്കുന്നത്. കാപ്പൻ്റെ പേപ്പറിലും അടിച്ചിറക്കിയേക്കുന്നത്. ഇതെല്ലാം മെമ്പർ പറഞ്ഞത് പഞ്ചായത്തിന്റെ വകയാണെന്നാ. പിന്നെ എങ്ങനെയാ ഇത് കാപ്പന്റെ പേര് വരുന്നത്? ഇതല്ലേ മെമ്പർ വരുന്നുണ്ട്, നമുക്ക് മെമ്പറോട് നേരിട്ട് ചോദിക്കാമല്ലോ. സണ്ണിച്ചാ എന്നെ ഉണ്ട്. നമ്മുടെ വഴിയുടെ ശകലം പ്രശ്നങ്ങളുണ്ട്. ബെനിച്ചോ, ഈ പേപ്പറിൽ കിട്ടിയേക്കുന്ന പരസ്യത്തില് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. എന്താണ് സണ്ണിച്ചാ? ഇത് പഞ്ചായത്ത് നമ്മുടെ ഈ വഴിക്ക് വേണ്ടിയിട്ട് ഇത് കൊടുത്തേക്കുന്നുണ്ട്. കവറുണ്ട ചെക്ക് ഡാം റോഡിന് 10 ലക്ഷം രൂപ. കവറമുണ്ട ചെക്ക് ഡാം റോഡ് 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ. നമ്മുടെ ബിൽഡിങ്ങിന് അന്ത്യാളത്തിലെ 130 ലക്ഷം രൂപ. അതിന് 30 ലക്ഷം രൂപ. പിന്നെ വെള്ളക്കല്ലെ സ്കൂളിന് ഇതെല്ലാം കാപ്പ് തന്നാന്നും പറഞ്ഞേക്കുന്നത്. അതിനകത്ത് സണ്ണിച്ച അതിൻ്റെ അകത്ത് സത്യം എന്ന് പറഞ്ഞാല് ഈ കവറമുണ്ട ചെക്ക് ഡാം റോഡിന് കഴിഞ്ഞ വർഷം പഞ്ചായത്തിൽ നിന്ന് 6 ലക്ഷം രൂപയും നമ്മുടെ അഖില മെമ്പർ, അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൻ 5 ലക്ഷം രൂപയും തന്നു. മൊത്തം 11 ലക്ഷം രൂപയുടെ വർക്കാണ് ഈ കാണുന്നത്. അതിന്റെ അകത്ത് ബഹുമാനപ്പെട്ട MLA ഫണ്ട് തന്നതായിട്ട് നമ്മുടെ അറിവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സംശയം ചോദിക്കുന്നത്. അറിവില്ല. അതുപോലെ മെമ്പറേ, നമ്മുടെ ഹെൽത്ത് സെന്ററിന് വേണ്ടി 130 ലക്ഷം രൂപ കാപ്പന്റെ ഫണ്ടിന്റെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ന്യൂസ് ഇതിനകത്തുണ്ട്. അത് എന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് അറിയാൻ പറ്റുമോ? അതായത് ജോജോ, ഇതിനകത്ത് പറയുന്ന 130 ലക്ഷം രൂപ ഉണ്ടല്ലോ, നമ്മുടെ LDF ഗവൺമെന്റിന്റെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ പുതിയതായിട്ട് പണിയുന്നത്. അതില് 15 ലക്ഷം രൂപ നാഷണൽ ഹെൽത്ത് മിഷന്റെയും 20 ലക്ഷം രൂപ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കിന്റെയും 5 ലക്ഷം രൂപ ബ്ലോക്ക് മെമ്പർ ലിസമ്മ ബോസിന്റെയും ബാക്കി മുഴുവൻ ഫണ്ടും നമ്മുടെ കരൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടാണ്. അതിൽ 1 രൂപ പോലും നമ്മുടെ MLAയുടെ വിഹിതമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. അത് കൂടാതെ 55 ലക്ഷം രൂപയുടെ സബ് സെന്റർ പണിയുന്നുണ്ട് നമ്മുടെ സെയിം സൈറ്റിൽ. അത് പൂർണ്ണമായിട്ടും നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ടാണ്. അതിലും MLAയുടെ വിഹിതം 1 രൂപ പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ എന്തിനാ കാപ്പിന് ഇങ്ങനെ നുണയടിച്ച് പ്രചരിപ്പിക്കുന്നതിന്റെ ആവശ്യമുണ്ടോ? അതുപോലെ ഇവിടെ മെയിൻ സെന്റർ വലവൂര് 55 ലക്ഷം രൂപ, ഇതും നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ടാണ്. ഇതിനകത്ത് MLA വിഹിതം ഒന്നുമില്ല. ഇത് കൂടാതെ ഇവർക്ക് ചെറിയ ഡൗട്ട്, നമ്മുടെ പല ഫണ്ടുകളും കാപ്പം തന്നതായിട്ടാണ് ഈ പത്രത്തിൽ കാണിച്ചേക്കുന്നത്. പക്ഷെ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടുകളാണ്, ത്രിതല പഞ്ചായത്തിന്റെ ഫണ്ടുകളാണ്. ചെറിയ ഡൗട്ട്, അത് ക്ലിയർ ചെയ്യാനായിട്ട് എന്നെ വിളിച്ചതാണ്. അതായത് നമ്മുടെ ആശുപത്രിക്ക് 130 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ പണിത് കെട്ടിടത്തിന് 55 ലക്ഷം രൂപ. ഇതെല്ലാം നമ്മുടെ ത്രിതല പഞ്ചായത്തിന്റെയും ജോസ് കെ മാണി MPയുടെ ഫണ്ടിന്റെയും രാജേഷ് വാളിപ്ലാക്കിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാം ഫണ്ട് ഉപയോഗിച്ചാണ് നിർത്തിയിരിക്കുന്നത്. അത് മെമ്പർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് കാപ്പന ചെയ്തെന്ന് പറഞ്ഞ് കള്ളക്കണക്ക് ഉണ്ടാക്കി ഈ പത്രത്തിലൂടെ എല്ലാം നോട്ടീസ് അടിച്ചിറക്കേണ്ട കാര്യമുണ്ടോ? ഇത് മാത്രമല്ല, വൈശാല റോഡ് അതും കാപ്പൻ്റെ ലിസ്റ്റിലുണ്ട്, വെള്ളരിങ്ങാട്ട് റോഡ് അതും കാപ്പൻ്റെ ലിസ്റ്റിലുണ്ട്. ഇതെല്ലാം നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ നിന്ന് നടപ്പിലാക്കിയ റോഡുകളാണ്. ഇതിനെല്ലാം നുണ പറഞ്ഞ് ഇലക്ഷൻ സ്ഥാനത്ത് ഇപ്പം 3 പഞ്ചായത്തും രാമപുരം പഞ്ചായത്തിൻ്റെ എല്ലാം ലിസ്റ്റുണ്ട്. നമ്മുടെ പാലാ നിയമത്തിലെ മുഴുവൻ ലിസ്റ്റിൻ്റെയും കള്ളക്കണക്ക് ഈ കാപ്പൻ്റെ ലിസ്റ്റുണ്ട്. ഇതുപോലെ തന്നെയല്ലേ അവിടത്തെയും ചെയ്തിരിക്കുന്നത്. നമ്മൾ അവർക്ക് തന്നെ രാമപുരം പഞ്ചായത്തിൽ ചെയ്തായിരിക്കും, 3 ചെയ്തത് ശരിയായിരിക്കും എന്നാണ്. അതുപോലെ 3 അവർക്കും കരിപ്പഞ്ചായത്തിൽ ചെയ്തത് ശരിയാണ്. ഇത് മുഴുവൻ കള്ളക്കണക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഒരു നേരും നെറിയില്ലാത്ത ഒരു കണക്കും ഈ രാഷ്ട്രീയ പ്രവർത്തനമാണ് കാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല നേരും നെറിയുള്ള നല്ല സയൻസ് സിറ്റി കൊണ്ടുവന്നത്, ട്രിപ്ലൈറ്റ് കൊണ്ടുവന്നത്, അതുപോലെ യൂണിവേഴ്സിറ്റിക്ക് 7 കോടി രൂപ അനുവദിച്ചത്, ഇതെല്ലാം നല്ല നേരും നെറിയുള്ള നമ്മുടെ ജോസ് കെ മാണി കൊണ്ടുവന്ന ഫണ്ടുകളല്ലേ. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് ഏൽപ്പിക്കുകയാണ് നമ്മുടെ ആവശ്യം. അല്ലാണ്ട് കള്ളത്തിനും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾ മുമ്പോട്ട് പോകാൻ പറയും? ഒരു കാലത്ത് സത്യം ജയിക്കും.
ഈ നാട്ടിൽ നടക്കുന്ന മുഴുവൻ വികസനത്തെ പറ്റിയും ഒരു ഇടയലേഖനം ഇറക്കിയപ്പോൾ അതിൽ കാപ്പനെ എടുത്തു കുടയാനുള്ള നീക്കമാണ് മുഴുവൻ മാണി ഗ്രൂപ്പുകാരും കാണിക്കുന്നത്. എല്ലാവർക്കും KM മാണിയാകാൻ പറ്റത്തില്ല. പേര് മാണി എന്നായി പോയതുകൊണ്ടാണ് KM മാണിയെ പോലെ ചിന്തിക്കുവാനും സാധിക്കില്ല. ആ പരിമിതികൾ മനസ്സിലാക്കാതെ ഇങ്ങനെ അവഹേളിക്കുന്നതും ആക്രമിക്കുന്നതും കേരള കോൺഗ്രസുകാർ അവസാനിപ്പിക്കണം. കണക്കിൽ കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും കിഴുതടിയൂർ ബാങ്കിൽ നിന്നും എടുത്ത ലോൺ അടച്ചു വീഴാത്തത് എന്തിയെ എന്നാണ് ഈ വൃത്തികെട്ടവന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. ലോൺ എടുക്കുക, അത് അടയ്ക്കാതിരിക്കുക, അടയ്ക്കാൻ സാവകാശം ചോദിക്കുക, ഇതെല്ലാം ഏത് പൗരനും ഇന്ത്യയിൽ അനുവദിച്ചു കിട്ടിയ സ്വാതന്ത്ര്യമാണ്. അതുമാത്രമല്ല, കിഴുതടിയൂർ ബാങ്കിന്റെ സകല കാര്യങ്ങളും നോക്കുന്നത് കാപ്പൻ കുടുംബത്തിലെ മുതിർന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബാങ്കിന്റെ ലോക്കറിൽ ഇരിക്കുന്നതും കാപ്പൻ കുടുംബങ്ങളിലെ ലോക്കറിൽ ഇരിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? മാത്രമല്ല, നിക്ഷേപകരുടെ കയ്യിൽ കൊടുത്താൽ അത് ഉപ്പിനും മുളകിനും ചിലവാക്കി തവിട് പൊടിയാക്കി കയ്യിൽ തരും. ഇപ്പോൾ കടലാസിലെങ്കിലും ഈ സാധനം ഇല്ലേ? ആരോട് ചോദിച്ചാലും ആസ്തിയിൽ ഒരു കുറവും വരുന്നില്ലല്ലോ നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾ എന്തിനാ ഈ ബഹളം മുഴുവൻ വയ്ക്കുന്നത്? കടമെടുത്ത കാശ് പലയിടത്തും മുടക്കി ലാഭം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ഇവിടെ അടയ്ക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ആസ്തിയിൽ അത് കടലാസിലുള്ളതാണ്. ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല എന്ന് പണ്ടേ എല്ലാവർക്കും അറിയാം. എന്നിട്ടും കാപ്പനോട് ഇത് ചെയ്യുന്നത് കഷ്ടം തന്നെയാണ്. പിന്നെ കയ്യിലുള്ള സ്വർണം അത് വിറ്റ് കടം തീർക്കാൻ മേലെ എന്നാണ് ചില വിവരദോഷികളെങ്കിലും ചോദിക്കുന്നത്. അത് മുഴുവൻ പണയത്തിലാണ് മാഷേ. നോമിനേഷൻ കുടുംബം വെറും അട്ടപ്പാടിയാണ് എന്ന് പറയാതിരിക്കാൻ ആരെങ്കിലും ഒരു വില കൽപ്പിക്കുമോ? അതുകൊണ്ട് മറ്റുള്ളവരുടെ പേരിൽ പണയത്തിലിരിക്കുന്ന സ്വർണവും ആസ്തി വിവര കണക്കിൽ ഉൾപ്പെടുത്തി എന്നേയുള്ളൂ. പണയം മറ്റുള്ളവരുടെ പേരിൽ ഇരിക്കുന്നത് കൊണ്ട് ബാധ്യതയുടെ കണക്കിൽ ഒട്ടും വേണ്ട. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി?